ഈ കയ്യടി വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു കയ്യടിയാണ്. നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. അപ്പൊ ഞാൻ പറഞ്ഞു, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിന് അണികളുണ്ട്, കോൺഗ്രസിന് അംഗങ്ങളുണ്ട്, പക്ഷെ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പുള്ളി പറഞ്ഞു, അടിമത്വത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ ഇവരുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുക. എവിടെയെങ്കിലും നിന്ന് ഇപ്പൊ തമാശ പറയാൻ പറ്റാത്തൊരു കാലമാണ്. ഞാനൊരു സ്റ്റേജിൽ കയറി തമാശ പറയാൻ തുടങ്ങി. എന്റെ ഒരു നല്ല തമാശ വരുന്നതിന് മുമ്പ് ആകാശത്തോടൊരു വിമാനം പറന്നുപോയി. ആൾക്കാരെല്ലാം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വിമാനം കണ്ടപ്പോ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഓർത്തു, ഇനി പണ്ട് വിമാനത്താവളത്തിനെതിരെ നടത്തിയ വല്ല സമരത്തെക്കുറിച്ച് ഓർത്തൊക്കെ ആയിരിക്കും ഇവര് ചിരിക്കുന്നത്. അല്ലാതെ എന്താണ് ഇപ്പൊ വിമാനം കണ്ടാൽ ഇത്ര ചിരിക്കാനുള്ളത്? നോക്കിയപ്പോ അത് താണു പറക്കുന്ന വിമാനമാണ്. നോക്കുമ്പോ അതിൽ ഇൻഡിഗോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ആൾക്കാർ പൊട്ടിച്ചിരിക്കുകയാണ്. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല. ഞാൻ ഇനി ഈ ഇൻഡിഗോ കമ്പനിയിൽ യാത്ര ചെയ്യില്ല. ഇത് ഇത്ര നിലവാരമില്ലാത്ത ഒരു കമ്പനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഞങ്ങളുടെ മേഖലയിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ആരൊക്കെയാണ് തമാശയുടെ രംഗത്തേക്ക് ഇറങ്ങിയേക്കുന്നതിലുള്ള കയ്യും കണക്കുമില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? പോകാൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൈബർ ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ല. അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട്. സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നീ പേടിക്കണം, അത്രേ ഉള്ളോ? പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയതുകൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. ആ സമരംഗം വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. ആ തേണ്ടി RDPയുടെ തൊലി ഒരിക്കയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കാലം കടന്നുപോയി, കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, അതെല്ലാം വന്നു. ഇതെല്ലാം വന്ന് കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ളൊരു ദേഷ്യം തീർന്നിട്ടില്ല. നിയമസഭയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ വരെ കണ്ട അപ്പത്തിനെടുത്ത് എറിഞ്ഞു കളയും. അങ്ങനത്തെ ഒരു എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന തീർന്നിട്ടില്ല. ഒരു കൗതുക വാർത്തയുള്ളത്, ലക്ഷദ്വീപിൽ ഇതുവരെ മദ്യം കയറ്റിയിരുന്നില്ല. ലക്ഷദ്വീപിൽ മദ്യമെത്തി എന്നൊരു വാർത്തയുണ്ട്. ശരി. എല്ലാവരും ഇതുപോലെ ചിരിക്കൂ, സന്തോഷിക്കൂ. നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്ന ആർക്കൊക്കെയോ പരാതി ഉണ്ടായിരുന്നല്ലോ. നമുക്കും സന്തോഷിച്ചുകൂടെ? എന്തൊക്കെ കാരണങ്ങളുണ്ട്. പെട്രോൾ ഡീസൽ വില കൂടുന്നു, വെള്ളക്കരം കുത്തനെ കൂടിക്കഴിഞ്ഞു. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും. പഴംപുഴുങ്ങിയ പോലെ പറഞ്ഞു കൊടുറോ. UDFന്റെ കാലം എന്ന് പറയുന്നത് UDF ഗവൺമെന്റിന്റെ എല്ലാം കള്ളന്മാരാ. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. ചോദ്യം പണ്ട് ഇതേ പിണറായി വിജയൻ നടത്തിയ ഒരു ആഹ്വാനത്തെക്കുറിച്ചായിരുന്നു. UDF സർക്കാർ നികുതികൾ ഉയർത്തിയപ്പോൾ ആരും നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയതിനെ കുറിച്ചായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ UDF സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാരം ജനങ്ങൾ വേറണമെന്നാണ് സർക്കാർ പറയുന്നത്. അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇപ്പോ വർദ്ധിച്ച വെള്ളക്കരം, അതുപോലെ തന്നെ വർദ്ധിച്ച ഭൂനികുതി, ഈ കാര്യങ്ങൾ നൽകാതിരിക്കുന്ന സമരമുറകൾ സ്വീകരിക്കും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അന്നത്തെ സാഹചര്യം ഇങ്ങനത്തെ അല്ലാലോ. ആ സാഹചര്യം നോക്കണ്ടേ? ഈ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.